ഹലോ, അപ്പോൾ ഇത് തിരുവോണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടും മുണ്ടൊക്കെ ഉണ്ട് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ സ്റ്റൈൽ കാണിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്നത് മഴ കുറയുമെന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. തലേ ദിവസം ഉത്രാട ദിവസമായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് അധികം മഴ ഉണ്ടായില്ല, എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ചാറിയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറയുമെന്നാണ് കേട്ടോ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ ചായ കുടിച്ചിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കിടും കിച്ചും എന്ത് കളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മഴ ഇങ്ങനെ ചെറുതായി ചാറുന്നതെന്ന് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കാറിൽ പോകാമെന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ പാറു ആണെങ്കിൽ ഒരു പഴയ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ചെയ്യാത്ത ഫോണാണെങ്കിലും പാറു അത് ഫുള്ള് സംസാരമായിരുന്നു കേട്ടോ. കാറിൽ കയറിയിട്ടും അത് അമ്പലത്തോളം അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നേരെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ള കണ്ണേങ്കാവിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വേഗം ഉള്ളിലൊക്കെ കയറി തൊഴുത് ഇറങ്ങിയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ തന്നെ പൂക്കളിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഉണ്ണികൾക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് വന്നത്. എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അടുത്ത് തന്നെയുള്ള മേലേക്കാവിക്കാണ് കേട്ടോ പിന്നെ നമ്മൾ പോണത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മേലേക്കാവിലെത്തിയിട്ട് പിന്നെ ഈ അമ്പലത്തിൽ വന്ന പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഫുള്ളൊരു കാടായിട്ട് കാടിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അങ്ങനെ പിന്നെ നേരെ നമ്മൾ അവിടെ പോയി തൊഴുതു. അപ്പോൾ അവിടെ ഇത് നല്ല അടിപൊളിയായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിടുവിനെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ അവ സമ്മതിക്കുന്നില്ല കേട്ടോ, തീരെ നിൽക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് നേരെ കീഴേക്കാവിക്കാണ് കേട്ടോ പോണത്. ആ സമയങ്ങളൊന്നും മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് തൊഴാനും ഉള്ളിലേക്ക് കയറാനൊക്കെ പറ്റിയിട്ടാ. അങ്ങനെ പിന്നെ ഏറ്റവും ഉണ്ണീനെ എടുത്തിട്ട് ഫ്രണ്ടിൽ നടക്കുന്നത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെയും ബാക്കിൽ നിന്നൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ അമ്പലത്തിനും തൊഴുതിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ അമ്മ പൂക്കളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തോട്ട് പിന്നെ ഏട്ടനും കിടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് പിന്നെ വന്നു കേട്ടോ. എല്ലാവർക്കും ഉള്ള ഇല നിലത്ത് ഇട്ടിട്ട് പായൊക്കെ വിരിച്ചിട്ട് നിലത്തിരുന്നിട്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക. അങ്ങനെ എല്ലാം വിരിച്ച് കിച്ചറിന്നിട്ട് വിളമ്പടെ മെയിൻ ആളുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വിളമ്പി അപ്പോൾ ഇതിന് കിടൂനും പാറൂനും ഇരിക്കണം. അപ്പോൾ പിന്നെ അവരെ കഴിഞ്ഞിട്ട് കുറച്ച് നേരത്ത് പുറത്തേക്ക് ഇറങ്ങി നിന്നതാണ് കേട്ടോ. അവർക്ക് അപ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു വിട്ടു. അപ്പോൾ കിടുവാണെങ്കിൽ പാറൂന് വാരി കൊടുക്കണ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഓണപരിപാടികളുടെ വീഡിയോ ഒക്കെ നാളെ ഇടാം കേട്ടോ. അപ്പോൾ ഓണപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോണത്. അപ്പോൾ അതൊക്കെ പിന്നെ കാണിക്കുക. അപ്പോൾ ഓക്കെ.